ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ക്രിസ്മസിന് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇതേപോലത്തെ കവറുകൾ മതി. ഈ കവർ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സൈസ് കവറുണ്ടല്ലോ, ഈ കളറിലുള്ള ഇങ്ങനത്തെ കവറായാലും മതി. ഇതേപോലത്തെ കവറാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്മസിന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇതേപോലത്തെ കവറുകൾ ഒരു 9 എണ്ണം വേണം കേട്ടോ. ഇങ്ങനത്തെ കവറാണ് എടുക്കുന്നതെങ്കിൽ, ഇതേപോലത്തെ കവറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ മടങ്ങിയ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. മറ്റേ ഈ കവറാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഉള്ള കവറുകളാണ്. അപ്പോൾ ഇതിനാകുമ്പോൾ ഒന്നും ചെയ്യണ്ട. ഇതേപോലത്തെ കവറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കണം. വെട്ടിക്കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുത്തു. അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ ഇങ്ങനെയുള്ള കിട്ടി. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കവറൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പേപ്പർ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുത്താലും മതി. കവർ പോലെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ മുകൾ വശവും നമുക്ക് ഇതേപോലെ തന്നെ ഒപ്പം തന്നെ ഇരിക്കണം. ഇതെല്ലാം നമുക്ക് ഒരേപോലെ തന്നെ ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ കവറൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് റൗണ്ടിൽ ഒരു കളർ പേപ്പർ എടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനത്തെ കവർ ഉള്ളത് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനത്തെ കവറാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇങ്ങനത്തെ കവറായാലും മതി. ഇങ്ങനത്തെ കവർ ഉപയോഗിച്ച് ഞാൻ ഇതിനു മുമ്പ് ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തത് ഇങ്ങനത്തെ കവർ ഉപയോഗിച്ച് ചെയ്തത് ഉണ്ട്. അതൊന്ന് പോയി എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇതേപോലത്തെ കവറാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേപ്പറാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്കെയിൽ വെച്ച് നമുക്ക് കറക്റ്റ് അളവിന് നമുക്കിതൊന്ന് മടക്കി ഇങ്ങനെയൊന്ന് കൊടുക്കണം. ഇങ്ങനെയൊന്ന് ഒരു സൈഡ് മടക്കി അതേപോലെ ഇപ്പുറത്തെ സൈഡും നമുക്ക് അതേപോലെ തന്നെ കറക്റ്റ് അളവിന് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ മടക്ക് രണ്ടും കൂടെ നമുക്ക് അകത്തേക്ക് എടുത്തു വയ്ക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെയൊന്ന് വെച്ചു ഇതേപോലെ മടക്കി. അപ്പോൾ ഈ നടുഭാഗം നമ്മൾ ഇതേപോലെ ഈ നടു ഇങ്ങനെ തന്നെ ഇരിക്കണം. അതകത്തേക്ക് ആക്കിയിട്ട് തിരിച്ച് ഇങ്ങനെ നമ്മൾ എടുത്തു വയ്ക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. ഇത് രണ്ടും കൂടെ അകത്തേക്കല്ലേ ഇരിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് എടുത്തു വയ്ക്കാം. ഇങ്ങനെ കവറുകളെല്ലാം ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഇവിടെ ഒന്ന് ഇതിനകത്തെ ഈ ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നന്നായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമുക്കിതാ ഈ രീതിയിൽ നമുക്ക് ഇത്ര നീളം വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നീളം നമ്മൾ കുറച്ചതിന് ശേഷം നമുക്ക് നീളം കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിത് ഇങ്ങനെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നടുക്കൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെയൊന്ന് നടുക്ക് ഒരു പാട് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ വെച്ച് നടുഭാഗം കണ്ട് നമുക്ക് വരച്ചാലും മതി. ഇങ്ങനത്തെ നമുക്ക് ഒരു 8 പേപ്പറാണ് വേണ്ടത്. അത് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം ഞാനിത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയൊന്ന് വെച്ചതിന് ശേഷം ഞാനിത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അടിഭാഗം നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഒരു സൈഡ് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഇതേപോലെ ഒരു സൈഡ് അല്പം കൂടെ കുറച്ചും കൂടെ വലുതാക്കി ഞാനിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. ഈ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം ഇവിടവും ഇങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇങ്ങനെ കട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യണ്ട. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ വിടർത്തിയെടുക്കുക. അതുണ്ട്. അപ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് 9 പേപ്പറുകളും ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ 9 എണ്ണം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിത് എല്ലാത്തിൻ്റെയും നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോടെ നമുക്ക് പശ തൂത്ത് കൊടുക്കേണ്ടതായതുകൊണ്ട്. അപ്പോൾ എല്ലാം ഇത് ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് ഇതേപോലെ പശയൊന്ന് തൂത്ത് കൊടുക്കാം. ഇവിടെ അടിഭാഗം ഒട്ടിക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പശ തൂത്ത് കൊടുക്കാം. ഇതേപോലെ തൂത്ത് കൊടുക്കാം.
എന്നിട്ട് അടുത്തത് നമുക്കിത് ഒപ്പം തന്നെ വെച്ച് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒരേപോലെ തന്നെ വെച്ച് വേണം നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ തൂത്തതിന് ശേഷം ആ ഒരേ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒരേപോലെ തന്നെ കിട്ടണം കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ഒരേ വലിപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ എല്ലാം മാറിപ്പോകുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഒരേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒരേ വീതിയിൽ ഒരേ നീളത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ നടുക്ക് നമുക്ക് ഈ നടുഭാഗം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിലൂടെ മാത്രമേ പശ തൂത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അതിലൂടെ മാത്രം നമ്മൾ പശ തൂത്ത് കൊടുത്തിട്ട് ഓരോന്നും ഇതേപോലെ നമുക്ക് ഈ 9 എണ്ണം ഇങ്ങനെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ 9 എണ്ണവും നമുക്ക് നടുക്കൂടെ മാത്രം പശ തൂത്ത് നമുക്ക് ഇതേപോലെ 9 എണ്ണം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് ഓരോന്നും ഈ താഴ്വശം നമുക്ക് ഓരോന്നും ഇതേപോലെ, ഈ അടിവശം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഇങ്ങനെ കുറുകയായിട്ട് നമുക്ക് ഇതേപോലെ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം തന്നെ നേരത്തെ ഒട്ടിച്ചാലും മതി, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിതിപ്പോൾ ഇങ്ങനെ എല്ലാം ഒരേപോലെ തന്നെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ഇതെടുത്ത് നമുക്ക് ഓരോന്നും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സെൻറ്ററിൽ മാത്രമല്ല നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ ഇതിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ മാത്രമേ തൂക്കാവുള്ളൂ കേട്ടോ. അടിവശം മാത്രം നമുക്ക് ഇതേപോലെ പശ വെച്ച് തൂത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പം നമുക്കിപ്പോൾ ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും കൂടെ പശ വയ്ക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരേപോലെ തന്നെ എല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത് കൊണ്ട് നമ്മൾ അവസാനം നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അതെല്ലാം കൂടെ കൂടി എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ ഓരോ പീസും ഇതേപോലെ തന്നെ അടിഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് നമുക്കിപ്പോൾ എല്ലാ സ്ഥലവും ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളിത് സെൻറ്ററിൽ കൂടെ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ അടിഭാഗം നമുക്ക് ഇതേപോലെ ഓരോന്നിൻ്റെ അടിഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതാ നമുക്കൊരു നൂലും കൂടെ നമുക്കിതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിത് എവിടെയെങ്കിലും തൂക്കിയിടാനായിട്ടാണല്ലോ. അപ്പോൾ ഒരു നൂല് നമ്മൾ എടുത്തതിന് ശേഷം കമ്പിളി നൂലോ എന്ത് നൂലായാലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിഷൻ നൂല് നമ്മൾ ഇച്ചിരി കട്ടിയിൽ നമ്മൾ ചുരുട്ടിയെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ നൂലും കൂടെ നമ്മൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് നൂലും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇത് തമ്മിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിത് വിടർത്തിയെടുത്തതിന് ശേഷം ഈ സൈഡും അപ്പുറത്തെ സൈഡും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. നൂല് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം വേണം കേട്ടോ. ഈ ഒരു സൈഡിൽ നമുക്ക് സെൻറ്ററിൽ കൂടെ തന്നെ ആദ്യം നമ്മൾ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ പശ തൂത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലൂടെ തന്നെ നമുക്കൊന്ന് പശ തൂത്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ നമുക്ക് പശ തൂത്ത് വയ്ക്കാം. തമ്മിൽ നമ്മളിത് ഒട്ടിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് നമുക്കിതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ എടുത്ത് നമുക്ക് ഈ സൈഡ് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. സോറി കേട്ടോ, ഇതിങ്ങനെ തിരിച്ചല്ല കേട്ടോ, ഇങ്ങനെ വേണം കേട്ടോ നൂലൊട്ടിച്ച് വയ്ക്കാനായിട്ട്. എനിക്കത് ഒട്ടിച്ചപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ നീളത്തിൽ തന്നെ നമ്മൾ നൂലൊട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫെവിക്കോൾ ഒന്നും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ വിടർത്തിയെടുത്ത് നമുക്ക് ഇങ്ങനെ എൻ്റെ ഇതിങ്ങനെ മാറിപ്പോയതാണ് കേട്ടോ. ഞാൻ ഒട്ടിച്ച് വന്നപ്പോഴത്തേക്കും തിരിഞ്ഞു പോയതാണേ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിയതിന് ശേഷം വേണം കേട്ടോ നമുക്കിതിങ്ങനെ തിരിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ തിരിച്ച് നമ്മളെടുത്ത് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ.
കണ്ടോ ഇതേപോലെ നമുക്ക് ക്രിസ്മസിന് നമുക്ക് നല്ല നമുക്കിപ്പോൾ ഇങ്ങനത്തെ കവറുകൾ മതി നല്ല ഡെക്കറേഷനായിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ സിമ്പിളല്ലേ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട്. ഇത് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം വേണം നമ്മളിതിങ്ങനെ വിടർത്തിയെടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി അപ്പം തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇച്ചിരി നേരം ഒന്ന് പിടിച്ചു വെച്ചിരുന്നാൽ മതി. ഫെവിക്കോളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ച് ക്രിസ്മസിന് നമുക്ക് ഇതേപോലെ നമ്മൾ പുറത്ത് കടയിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേപോലത്തെ കവർ മതി. നമുക്ക് ഇങ്ങനത്തെ കവർ ആയാലും മതി. ഇങ്ങനത്തെ കവർ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ഒരു 9 കവർ മതി. 9 കവർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.